ഹലോ, അസ്സാം വലൈക്കും, നമസ്കാരം. ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു റെസിപ്പി വീഡിയോ തന്നെ ആയിട്ടാണ്, പക്ഷേ അതൊരു പ്രൊഡക്റ്റിൻ്റെ റിവ്യൂ കൂടിയിട്ടാണ്. അപ്പോൾ നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് ഒരു ഡയറ്റൊക്കെ ചെയ്യാൻ പറ്റിയൊരു അടിപൊളി കിടിലൻ ഒരു സംഭവമാണ്. ഇതിൻ്റെ പേര് കിൻവ എന്നാണ്. ഇത് ഒരു ഓർഗാനിക് ഫുഡാണ്, അതുപോലെ തന്നെ സൂപ്പർ ഫുഡിൻ്റെ ഗണത്തിൽ പെടുന്ന ഒരു ഫുഡാണ് കിൻവ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ കിൻവ ചീര പോലത്തെ ഒരു ചെടിയുടെ അരിയാണ്. ഇത് സൗത്ത് അമേരിക്കയിലാണ് കൂടുതൽ കാണപ്പെടുന്നത്. വളരെ പണ്ട് മുതലേ ആളുകൾ യൂസ് ചെയ്തിരുന്നതാണ്. യൂറോപ്യൻ കൺട്രീസിലൊക്കെ യൂസ് ചെയ്തിരുന്ന ഒരു ധാന്യമാണിത്. ഈ പ്രോഡക്റ്റിനെ കുറിച്ച് ഒരുപാട് പേർക്ക് അറിയുന്നുണ്ടാവും, എന്നാലും അറിയാത്ത കുറച്ച് പേർക്കെങ്കിലും ഉപകാരപ്പെടും എന്ന് കരുതിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഈ പ്രൊഡക്റ്റ് ഞാൻ വാങ്ങിയിട്ടുള്ളത് വൈമാൾ ലുലു എന്നാണ്. അപ്പോൾ ഇത് ലുലുവിൻ്റെ എല്ലാ ഷോപ്പിലും കിട്ടും. അതുപോലെ തന്നെ നമ്മൾക്ക് ആമസോണിൽ നിന്ന് ഓൺലൈനായിട്ട് വാങ്ങിക്കാനും കിട്ടും. അപ്പോൾ അതിൻ്റെ ലിങ്ക് എന്തായാലും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. ഇനി നമുക്കിതിൻ്റെ പ്രൈസ് എത്രയാണെന്ന് നോക്കാം. 290 രൂപയാണ് ഇതിൻ്റെ വില, ഈ ഒരു പാക്കിൻ്റെ വില. ഇതിലുള്ളത് ഒരു 500 ഗ്രാമാണ് വരുന്നത്. അപ്പോൾ നമ്മൾ പ്രൈസ് കാണുമ്പോൾ വിചാരിക്കും വില കൂടുതലാണല്ലോ എന്ന് വിചാരിക്കും. പക്ഷേ ഇത് ഉണ്ടാക്കി വരുമ്പോൾ ഒരുപാട് ക്വാണ്ടിറ്റി ഉണ്ടാവും. ഇപ്പോൾ നമ്മൾ 1 കപ്പ് കിൻവ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഒരു 3 കപ്പെങ്കിലും നമുക്ക് വെന്ത് വരുമ്പോൾ ഉണ്ടാവും. ഈ ഒരു ഫുഡ് നമുക്ക് ചോറിനും ചപ്പാത്തിക്കും പകരമായിട്ട് കിൻവ കൊണ്ടുണ്ടാക്കിയ ഭക്ഷണം നമുക്ക് കഴിക്കാം. കാരണം ഒരുപാട് വൈറ്റമിൻസും മിനറൽസും എല്ലാം ഇതിലടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഡയബറ്റിക് പേഷ്യൻസിന് വളരെ ഉത്തമമാണ് ഈ ഒരു ഫുഡ്. അതുപോലെ തന്നെ ബ്ലഡ് പ്രഷർ, കൊളസ്ട്രോൾ ഉള്ളവർക്ക് യൂസ് ചെയ്യാവുന്ന ഒരു ഫുഡാണിത്. ഈ ഒരു ഫുഡിൻ്റെ ഗ്ലൈസമിക് ഇൻഡെക്സ് വാല്യൂ കുറവാണ്. അതുകൊണ്ട് നമുക്കിത് കഴിച്ചാൽ വളരെ പെട്ടെന്നൊന്നും തിരിച്ച് വിശക്കാൻ ചാൻസ് ഇല്ല. അതുപോലെ തന്നെ കാൽസ്യം, മാഗ്നീഷ്യം, ഒമേഗ ഫാറ്റി ആസിഡ്സ്, അമിനോ ആസിഡ്സ് എല്ലാം അടങ്ങിയിട്ടുള്ള ഫുഡാണിത്. ഇനി ഈ കിൻവേനെ കുറിച്ച് അധികം പറഞ്ഞു ഞാൻ നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. എല്ലാവർക്കും എന്തായാലും ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ ഇതിൻ്റെ ഡീറ്റെയിൽസ് ഫുള്ളായിട്ട് കിട്ടും. അപ്പോൾ എല്ലാവരും ഒന്ന് സെർച്ച് ചെയ്ത് നോക്കാം. ഞാനിപ്പോൾ ഇവിടെ യൂസ് ചെയ്യുന്നത് ഡയറ്റിൻ്റെ ഒരു ഭാഗമായിട്ടാണ്. മാത്രമല്ല, നമ്മൾ ഡയറ്റിൻ്റെ ഫുഡുകളൊക്കെ കഴിക്കുമ്പോൾ അത്ര ടേസ്റ്റിൽ കഴിക്കാൻ പറ്റില്ലല്ലോ. പക്ഷേ ഇത് വളരെ ടേസ്റ്റിയാണ്, അതുപോലെ തന്നെ ഹെൽത്തിയുമാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു റെസിപ്പി ഉണ്ടാക്കുന്നതാണ് നമ്മളിപ്പോൾ കാണിക്കാൻ പോകുന്നത്. ഇതാണ് ആ പാക്കറ്റിലുണ്ടായിരുന്നൊരു പാക്ക്. ഇതൊരു സിപ്പ് ലോക്കിൻ്റെ പാക്കാണ്. അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് നമുക്കൊന്ന് പൊട്ടിച്ച് നോക്കാം. ഇതിൻ്റെ അകത്ത് നമുക്കൊരു റെസിപ്പി ബുക്ക് കൂടി കിട്ടിയിട്ടുണ്ട്. ഈ റെസിപ്പി ബുക്കിൻ്റെ അകത്ത് കിൻവ വെച്ച് പായസം വരെ ഉണ്ടാക്കുന്നതുണ്ട്, ലഡു ഉണ്ടാക്കുന്നതുണ്ട്, അതുപോലെ തന്നെ പുലാവ്, ഉപ്പുമാവ് എല്ലാം ഉണ്ടാക്കുന്ന റെസിപ്പി ഉണ്ട്. അപ്പം ഞാനിന്ന് ഇവിടെ ഉണ്ടാക്കുന്നത് ഒരു പുലാവാണ്. സാധാരണ ഉണ്ടാക്കുന്നതാണ്, വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കുന്ന ഒരു പുലാവാണ് ഉണ്ടാക്കുന്നത്. അതിനായിട്ട് 1/2 കപ്പ് കിൻവയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഈ കിൻവ നന്നായിട്ട് കുറച്ച് നേരം, ഒരു അരമണിക്കൂറെങ്കിലും നമ്മളൊന്ന് കുറച്ച് നേരം വെള്ളത്തിലിട്ട് വെച്ചതിന് ശേഷം വേണം നന്നായിട്ട് കഴുകിയെടുക്കാനായിട്ട്. കാരണം അതിൻ്റെ പുറത്തൊരു കെമിക്കൽ ഉള്ളതുകൊണ്ട് നന്നായിട്ട് കഴുകിയില്ലെങ്കിൽ ഒരു ടേസ്റ്റിനൊരു വ്യത്യാസം വരും. അപ്പോൾ നമ്മൾ നന്നായിട്ട് ഒന്ന് കുതിർത്ത് വെക്കണം. ഒരു അരമണിക്കൂർ നമുക്ക് കുതിർത്ത് വെക്കാം. ഇനി നമുക്കൊരു 3-4 തവണ നല്ല പോലെ 3, 4, 5 തവണ നല്ല പോലെ കഴുകിയിട്ട് എടുക്കണം. ഞാനിപ്പോൾ ഇവിടെ ചോറ് വേവിച്ചെടുക്കുന്നത് പോലെയാണ് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഒരു കൂടുതൽ വെള്ളം വെച്ചിട്ട് നമ്മളതിൽ വേവിച്ചിട്ട് ഊറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഇത് വറ്റിച്ചെടുക്കുകയും ചെയ്യാം. നമ്മൾ 1 കപ്പ് കിൻവ എടുക്കുമ്പോൾ 2 കപ്പ് വെള്ളത്തിൽ നമുക്ക് വറ്റിച്ചെടുക്കുകയും ചെയ്യാം. ഒരു അരമണിക്കൂറെങ്കിലും വേവുണ്ട് ഇതിന്. ഒരുവിധം ഒരു റൈസിൻ്റെ, ഒരു ബസ്മതി റൈസിൻ്റെയൊക്കെ വേവുണ്ട് ഇതിന്. അപ്പോൾ ഇത് വെന്തിട്ടുണ്ട്, കണ്ടില്ലേ? നമ്മൾ തൊട്ട് നോക്കുമ്പോൾ അരിയൊക്കെ വെന്തിരിക്കുന്നത് പോലെ, ഗോതമ്പൊക്കെ വെന്ത പോലെ ഒന്ന് വെന്തിരിക്കുന്നുണ്ടാവും. അപ്പോൾ അത് റെഡിയായി എന്നാണ് അർത്ഥം. ഇനി നമുക്കൊരു പാൻ വെച്ചിട്ട് പുലാവ് ഒന്ന് ഉണ്ടാക്കി നോക്കാം. അപ്പോൾ അതിലോട്ട് ഞാൻ കുറച്ച് വെളിച്ചെണ്ണയാണ് ഒഴിക്കുന്നത്. ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്.
ഇനി നമുക്കതിലോട്ട് ഒരു സവാള അരിഞ്ഞത്, അതുപോലെ തന്നെ ഒരു പച്ചമുളക്, കുറച്ച് വേപ്പില, ഒരു അര ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി അരിഞ്ഞതും കൂടിയിട്ട് ഇട്ട് കൊടുക്കാം. ഇതിനി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം നമ്മൾ. ഇതിൽ വേണമെങ്കിൽ നമുക്ക് മുട്ട ചേർക്കാം. ഞാനിവിടെ മുട്ട ചേർക്കുന്നില്ല. അതിന് ശേഷം നമുക്ക് ഒരു ക്യാരറ്റ് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. നമുക്ക് വെജിറ്റബിൾസ്, എന്ത് വെജിറ്റബിൾസ് വേണമെങ്കിലും കയ്യിലുള്ളത് നമുക്ക് എടുക്കാവുന്നതാണ്. ഇനി ഈ ക്യാരറ്റ് ഒന്ന് നന്നായിട്ട് വെന്ത് കിട്ടുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുത്താൽ മതി. അധികം നമ്മൾ മൂടി വെച്ചൊന്നും വേവിക്കേണ്ട ആവശ്യം വരുന്നില്ല. ഇനി നമുക്ക് ആവശ്യത്തിന് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ മല്ലിപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മുളക് പൊടി ചേർക്കുന്നില്ല, കാരണം നമ്മൾ ഓൾറെഡി പച്ചമുളക് ചേർത്തിട്ടുണ്ട്. അപ്പോൾ പൊടികളൊക്കെ നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മൾ ചേർത്ത് കൊടുത്താൽ മതി. അതുപോലെ തന്നെ ഒരു അര ടീസ്പൂണോളം നമ്മൾ ഗരം മസാലപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്, നല്ലൊരു ടേസ്റ്റ് വരാൻ വേണ്ടിയിട്ട്. അത് ഓപ്ഷണലാണ്, വേണമെങ്കിൽ ചേർത്താൽ മതി. അതുപോലെ തന്നെ ഇഷ്ടമുണ്ടെങ്കിൽ നമുക്ക് കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. പൊടികളുടെ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച കിൻവ ചേർത്ത് കൊടുക്കാം. കിൻവ വേവിച്ചത് നമ്മൾ ഓട്സ് വേവിച്ച പോലെയും അതുപോലെ തന്നെ നമ്മുടെ ഗോതമ്പ് നുറുക്കൊക്കെ വേവിച്ച പോലെയാണ് ഇരിക്കുക. പക്ഷെ അതിനേക്കാളും ഒരുപാട് ടേസ്റ്റാണ് കിൻവ വേവിച്ചത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു പുലാവ് ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ നമുക്ക് പുലാവ് മാത്രമല്ല, കിൻവ വെച്ച് നമുക്ക് ഉപ്പുമാവോ അതുപോലെ തന്നെ പാല് ചേർത്ത് കുറുക്കിയോ എങ്ങനെ വേണമെങ്കിലും നമുക്ക് കഴിക്കാം. പക്ഷേ കിൻവയ്ക്ക് കുറച്ച് നമ്മൾ ഗോതമ്പ് നുറുക്കിൻ്റെ ഒക്കെ ഒരു വേവുണ്ട്, വേവാൻ കുറച്ച് സമയം പിടിക്കുന്നുണ്ട്. ഒരു അരമണിക്കൂറെങ്കിലും വേവിക്കണം. ഇനി നമുക്ക് ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നേരത്തെ കിൻവ വേവിക്കുന്ന സമയത്ത് കുറച്ച് ഉപ്പിട്ടിട്ടുണ്ടായിരുന്നു, പിന്നെ ഇപ്പോൾ വീണ്ടും നോക്കിയിട്ട് നമ്മൾ കുറച്ചുകൂടി ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളുടെ ഈ റെസിപ്പി വളരെ യൂസ്ഫുള്ളാണെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാൻ മറക്കരുതേ. ഞങ്ങളുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇനി അടുത്തൊരു കിടിലൻ റെസിപ്പി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.